വൈക്കം സത്യാഗ്രഹ സമരസേനാനി ആമചാടിത്തേവൻ്റെ സ്മാരകം വൈക്കത്ത് സ്ഥാപിക്കണമെന്ന് വൈക്കത്ത് ചേർന്ന ദളിത് കൂട്ടായ്മ വൈക്കം മുനിസിപ്പൽ അധികാരികളോട് ആവശ്യപ്പെട്ടു. ആമചാടിത്തേവൻ്റെ 57ാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് വൈക്കം ഗസ്റ്റ് ഹൗസ് ഹാളിൽ ഓൾ ഇന്ത്യ കോൺഫെഡറേഷൻ ഓഫ് SC/ST ഓർഗനൈസേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ദളിത് സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം CK ആശ MLA ഉദ്ഘാടനം ചെയ്തു. മോശമായ ഒരവസ്ഥയിലൂടെ തന്നെയാണ് നമ്മളിന്ന് പോകുന്നത് എന്ന് നിസ്സംശയം പറയാനാണ്. ഈ സ്വതന്ത്ര ഭാരതം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും അത് തന്നെയാണ്. ജാതി മത കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ കുറച്ചുകൊണ്ടുവരുന്നതിന് നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ പ്രവർത്തനം നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു വിഷയം തന്നെയാണ്. അത് ദിനംപ്രതി വർദ്ധിച്ചു വരുന്നു എന്നുള്ളതും കൂടി നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇത് ഭരണഘടന ഇപ്പോൾ നമുക്കറിയാം, അംബേദ്കറുടെ നേതൃത്വത്തിൽ ഭരണഘടന എഴുതപ്പെട്ടു. അതിൽ ദാക്ഷായണി വേലായുധൻ ഉൾപ്പെടെയുള്ള ദളിത് സമൂഹത്തിൻ്റെ പ്രതിനിധികൾ ആ ഭരണഘടന അസംബ്ലിയിലുണ്ടായിരുന്നു. കൃത്യമായി ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ ഒരു സമൂഹത്തിൻ്റെ സമൂഹത്തിൽ ഏറ്റവും പിറകിലായിപ്പോയ അല്ലെങ്കിൽ ഒരു തരത്തിൽ സാമൂഹികമായോ സാമ്പത്തികമായോ രാഷ്ട്രീയമായോ ഒന്നും തന്നെ മുൻപന്തിയിലേക്ക് വരാൻ പറ്റാതെ പോയ ഒരു സമൂഹത്തെ ഈ മുൻപന്തിയിലേക്ക്, ഈ ഘടകങ്ങളിലെല്ലാം തന്നെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ, നിലപാടുകൾ, നിയമങ്ങൾ എല്ലാം തന്നെ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുണ്ട്. വൈക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ് മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് CJ തങ്കച്ചൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് ജയദീപ് പാറയ്ക്കൽ, രാജൻ അക്കരപ്പാടം, തിലകമ്മ പ്രേംകുമാർ, P ഷൺമുഖൻ, ബൈജു T ജോൺ, M ഷാജൻ, AR സുനിൽ, ദീപ സുരേഷ്, പൊന്നപ്പൻ ഉമാങ്കരി തുടങ്ങിയവർ സംസാരിച്ചു. KPMS അടക്കമുള്ള CSCS അടക്കമുള്ള IDFൻ്റെ പ്രസ്ഥാനം അടക്കമുള്ള എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ഒരു വലിയ കൂട്ടായ്മയായിട്ടാണ് ഇന്ന് 57ാമത് ഈ അനുസ്മരണ സമ്മേളനം ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ചരിത്രത്തിൽ എക്കാലവും അവഗണിക്കപ്പെട്ടു, MLA തന്നെ പറയുന്നുണ്ട്, ചരിത്രത്തിൽ ഇടം കിട്ടാത്തൊരു ജനത എന്ന തരത്തിൽ ഉണ്ടാകുന്നത് അത് ഈ പറയുന്ന വർഗീയ ഫാസിസം തന്നെയാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ ജനാധിപത്യപരമായ മണ്ഡലത്തിലേക്ക് എത്തുമ്പോഴും കേരളത്തിൻ്റെ നവോത്ഥാനവും ജനാധിപത്യത്തിലേക്ക് മാറുമ്പോഴും അതിന് മാറ്റം വരാത്ത, എന്ന് വെച്ചാൽ ഫാസിസ സ്വഭാവം മാറ്റം വരാത്ത മനുഷ്യരാണ് ദളിതിന് ഇടം കൊടുക്കാത്തത്. അതുകൊണ്ട് തന്നെയാണ് ആമയാടിത്തേവൻ അനാഥമായി വൈക്കത്ത് നിൽക്കുന്നത്. ആമയാടിത്തേവനെ അടക്കം ചെയ്ത മണ്ണ് പോലും സമ്പന്നർ തട്ടിയെടുക്കുന്നതിൻ്റെ പിന്നിലെ കാര്യവും അതുതന്നെയാണ്. സമ്മേളനത്തിൽ ദളിത് ചിന്തകനും എഴുത്തുകാരനുമായിരുന്ന KK കൊച്ചിനെ അനുസ്മരിച്ചു. സെക്രട്ടേറിയറ്റ് പടിക്കൽ നടന്നുവരുന്ന ആശാവർക്കർമാരുടെ സമരത്തിന് യോഗം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. വിഷൻ ന്യൂസ്, വൈക്കം.